morning devotion. I'm forever yours. Praise the Lord. Hallelujah. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കണം. എബ്രായലേഖനം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുകയാണ്, അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഒരു വാഗ്ദത്തം ശേഷിച്ചിരിക്കെ നമ്മിൽ ആർക്കും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ ഭയപ്പെടും. അപ്പൊ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ ഒരു വാഗ്ദത്തം. ആ വാഗ്ദത്തം ഹല്ലേലൂയ, സ്വസ്ഥത, ശബത്ത് എന്ന് പറയുന്നതിനെ കർത്താവ് പ്രമാണമാക്കി കൊടുത്തു. ഈ പ്രമാണം എന്ന് പറയുന്നത് അവർ ചെയ്ത് പ്രാപിക്കേണ്ടതല്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ എങ്ങനെയായിരിക്കും എന്നതിന്റെ വ്യവസ്ഥയാണ്, അതിന്റെ പിക്ചറാണ് ശരിക്കും പറഞ്ഞാൽ ന്യായപ്രമാണം. ഒരുവൻ ആത്മാവിൽ നടത്തപ്പെട്ടാൽ എങ്ങനെയായിരിക്കും എന്നതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ആണ്, ഒരു രൂപരേഖയാണ് ശരിക്കും ന്യായപ്രമാണം. പക്ഷെ അവരങ്ങനെ ചെയ്ത് ആത്മാവിനെ പ്രാപിക്കാൻ നോക്കി. പക്ഷെ ആത്മാവിനെ പ്രാപിച്ചാണ് അങ്ങനെ ചെയ്യേണ്ടതെന്ന് അവരറിയുന്നു. എന്നാൽ സ്വസ്ഥത എന്ന് പറയുന്നത് കർത്താവിന്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നത്, പുറപ്പാട് പുസ്തകം അതിന്റെ 13-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എന്റെ സാന്നിധ്യം നിന്റെ കൂടെ വരും, ഞാൻ നിനക്ക് സ്വസ്ഥത. അപ്പൊ സ്വസ്ഥതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്തോ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതല്ല, കുറെ കാര്യങ്ങൾ ചെയ്യുകയോ കുറെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നതല്ല സ്വസ്ഥതയുടെ പ്രമാണം. സ്വസ്ഥത എന്ന് പറയുന്നത് വിശ്വാസത്താലാണ് സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നത്. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. അപ്പോ എന്താണ് സ്വസ്ഥത? ദൈവ സാന്നിധ്യത്തെ കുറിച്ചുള്ള ബോധ്യം. ഈ സാന്നിധ്യത്തെ എങ്ങനെ തിരിച്ചറിയുന്നു? വിശ്വാസത്താൽ. അപ്പൊ എന്റെ സ്വസ്ഥതയുടെ അടിസ്ഥാനം വിശ്വാസം. ഞാൻ വിശ്വസിക്കുന്നു ഗോഡ് ഈസ് വിത്ത് മീ. എന്റെ ആവശ്യങ്ങളിലെല്ലാം എന്റെ കർത്താവ് കൂടെ. വെല്ലുവിളികളുണ്ട്, ആവശ്യങ്ങളുണ്ട്, മുന്നോട്ട് പല വിഷയങ്ങളുണ്ട്, പക്ഷേ കർത്താവിന്റെ സാന്നിധ്യം കൂടും. ദൈവം തന്നെ നേരത്തെ അയച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, വാഗ്ദത്ത ദേശത്തേക്ക് പോകുമ്പോ അവിടെ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ട പല വിഷയമുണ്ട്, പക്ഷെ ഞാൻ കൂടെയുണ്ട്. ആ സ്വസ്ഥതയിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശബത്ത് എന്ന് പറയുന്നത് ഒരു ദിവസമല്ല, അത് അനുഭവമാണ്. ക്രിസ്തുവിലായവന്റെ അനുഭവമാണ്. ആമേൻ. യേശുവിന്റെ മരണം പുനരുത്ഥാനം വരെ അതൊരു ദിവസമായിരുന്നു. എന്നാൽ ഇത് നിലനിൽക്കുന്ന പ്രമാണമാണ്. ഈ പ്രമാണത്തിനകത്ത് നമ്മെ ക്രിസ്തുവിലാക്കി നിത്യതയോളം സമാധാനത്തിലാക്കി വെച്ചിരിക്കുകയാണ് നമ്മെ. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഇടപെടുന്ന സകല മേഖലകളും ഒരു ധൈര്യത്തോടെ, ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ കർത്താവുണ്ട്. ആ സ്വസ്ഥതയിൽ ഇന്ന് പകൽക്കാലം ജീവിക്കാം. God bless you. Amen.